നമ്മൾ ഇപ്പം ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ഓർ വാട്ടെവർ ഇറ്റ് ഈസ് മീഡിയ, എനി മീഡിയ തുറന്നാൽ ഒരു കോമൺ ടൈം കാണും, നാർസിസ്റ്റ്. അത് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ എല്ലാവരും പറയാൻ വിട്ടുപോകുന്ന ഒരു ഇരയുണ്ട് അതിനകത്ത്. അത് ഹസ്ബൻഡോ വൈഫോ ആണ് ഈ പേഴ്സണാലിറ്റി ഉള്ള ആളെങ്കിൽ അതിൻ്റെ പാർട്ണറാക്കി ഇര. പക്ഷേ ആ പേഴ്സണാലിറ്റി ഉള്ളവർ എപ്പോഴും വെളിയിൽ വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറുക. ഇവരുടെ പാർട്ട്ണർ മാത്രമോ മെൻ്റലി ടോർച്ചർ ചെയ്യത്തുള്ളൂ. ശരിക്കും ചിലപ്പം ഫിസിക്കൽ ടോർച്ചറിനുള്ള ചാൻസസും ഉണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാദിപ്രതിയാകുന്ന കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇര പോലും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്, എൻ്റെ കൂട്ടത്തുള്ള പാർട്ണർ ഇങ്ങനെയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഒരു തരത്തിലും എനിക്കൊരു ഗ്രോത്ത് ഇവരിൽ നിന്നുണ്ടാകില്ല, സെൽഫ് എസ്റ്റീം എല്ലാം പോയി, അവർ ചിലപ്പം ഡിപ്രഷനിലും ട്രോമയിലും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ പ്രവൃത്തികൾ കൊണ്ട് ആ പാർട്ണർ അങ്ങ് സ്വയം ഇല്ലാണ്ടാകുന്നൊരവസ്ഥയിൽ പോകുന്ന കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചറിയത്തുള്ളൂ. ആദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ വളരെ ചാമിങ് ആയിരിക്കും, ഭയങ്കര അട്രാക്റ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത്, പിന്നെ ഇവർ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. ഇവർക്ക് സ്വന്തം കുട്ടികളെ പോലും ടൂൾസായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ടിം ഈ സ്വഭാവം പാർട്ണറിനെ തിരിച്ചറിഞ്ഞിട്ട് വേറൊരാളോട് പറഞ്ഞാൽ പോലും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പറയുന്നത് ഭയങ്കര സൗമ്യമായിട്ടും ഇല്ലാത്ത കഥകളും വിക്ടിമിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിക്ടിം ഒരു ലേഡിയാണ്, തീർച്ചയായിട്ടും അവർക്ക് എന്ത് സംഭവിക്കുക നമുക്കറിയാം. ലേഡീസ് എല്ലാം പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ഇവർക്ക് പറയാനുള്ള പോയിൻറ്റ്സൊക്കെ മറന്ന് ആകെ പ്രശ്നമാവും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാർ പെട്ടെന്ന് ഓർക്കും, അയ്യോ ഈ സ്ത്രീയാണല്ലോ അല്ലെങ്കിൽ ഈ വിക്ടിമാണല്ലോ പ്രശ്നക്കാരി ഓർ പ്രശ്നക്കാരൻ, മറ്റവരെന്ത് സൗമ്യ ശാന്തവുമായിട്ടാണ് പാവം ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ച എലിയെ ഇട്ട് ഓടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പം ഈ വിക്ടിം നമ്മുടെ ആരുടെയെങ്കിലും അടുത്ത് വന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സഹാനുഭൂതിയോടെ പ്രശ്നങ്ങൾ കേട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. അത് ശരിക്കും ഇങ്ങനെയുള്ള വിക്ടിംസ് ചിലപ്പം ട്രോമയിൽ കൂടെ കടന്നു പോകും. പിന്നെ ഡിപ്രഷനും അവർക്ക് ഭയങ്കര ഫിയർ കാണും, ഉള്ള സെൽഫ് എസ്റ്റീം എല്ലാം പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്ന ഈ മോശം പ്രവൃത്തികൾ, ബുദ്ധിമുട്ടുകൾ പോലും ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഈ വിക്ടിമിൻ്റെ കുറ്റമായിട്ടാണ് പറഞ്ഞ് ആദ്യം വിക്ടിമിന് തോന്നും, അയ്യോ ഞാനത് തെറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ച് അവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ഹീലിങ്ങിന് കുറച്ച് ടൈം വേണം. അതിന് ഒരു നല്ല കൗൺസിലിങ് കുറേ സെഷൻസ് കൊണ്ട് നടക്കുകയുള്ളൂ. പിന്നെ അവരൊരു നല്ല സപ്പോർട്ടീവ് സിസ്റ്റം, അതായത് അവരെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറ്റപ്പെടുത്താതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ഒന്ന് ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ സമയത്ത് നമ്മളെല്ലാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ നീ ഇത്രയും നാൾ എന്തുകൊണ്ടും മിണ്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഹെൽപ്ലെസ്. എന്നുവെച്ചാൽ അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഈ പേഴ്സണാലിറ്റി ഇങ്ങനെയാവുന്നു, എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞെങ്കിൽ യാതൊരു വിധത്തിലുള്ള വളർച്ച ഉണ്ടാകില്ല എന്നും, പിന്നെ ഇവർ ശരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും എമ്പതിയോ അറ്റാച്ച്മെൻറ്റോ ശരിക്കും ഉള്ളൊരു സ്നേഹമോ ഉള്ള ആൾക്കാരല്ലെന്നും തിരിച്ചറിയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വിക്ടിംസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ എടുത്ത് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്.